ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിമാരുടെ ലൈംഗിക ആരോപണങ്ങൾ, അവരുടെ തുറന്നു പറച്ചിലുകൾ അതിൽ ഉത്തരം മുട്ടി. അല്ലെങ്കിൽ ആരോപണങ്ങളുടെ നിഴലിൽ നിന്ന അമ്മ നേതൃത്വത്തിലെ അംഗങ്ങൾ അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ച വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നത്. അശ്വിൻ പാലാഴിയുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പലതവണ ചേരാൻ ആലോചിക്കുന്നു. അപ്പോഴൊക്കെ ഏറ്റവും ഒടുവിൽ മോഹൻലാലിൻ്റെ തന്നെ പ്രസിഡന്റിന് തന്നെ അസൗകര്യത്തിൻ്റെ പുറത്താണ് അത് മാറ്റിവെക്കുന്നത്. ഇതിനിടയിൽ പലരുടെ പേരുകൾ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിക്കുന്ന ആ ഘട്ടത്തിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ബാബുരാജിൻ്റെ എതിരെ തന്നെ പുതിയൊരു ആരോപണം വരുന്നു. അങ്ങനെ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധി സംഘടനയുടെ നേതൃത്വം തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോഴുയരുന്ന ഒരു മറു ചോദ്യമുണ്ടല്ലോ, എന്തിനാണ് എല്ലാവരും കൂടി കൂട്ടത്തോടുകൂടി ഈ രാജിയിലേക്ക് പോകുന്നത്? ആരോപണ വിധേയരായവർ രാജിവെക്കട്ടെ, മറ്റുള്ളവർക്ക് തുടരാമായിരുന്നില്ല എന്നൊരു ചോദ്യം. എവിടെയാണ് എല്ലാവരും ഒരുമിച്ച് രാജി എന്ന ഒരു തീരുമാനം, ഈ നേതൃത്വം അപ്പാടെ മാറാമെന്നൊരു തീരുമാനത്തിലേക്ക്, ആലോചനയിലേക്ക് പോയത്? ഗൂഗിൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായ വലിയ ചർച്ചകൾ അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം നടക്കുന്നുണ്ടായിരുന്നു. ഈ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ ഇനി നേതൃത്വം തുടർന്നാൽ അത് വലിയ ആക്രമണങ്ങൾക്ക് ഇടയാകും, സംഘടനയെ ഒന്നടങ്കം തന്നെ, അല്ലെങ്കിൽ അമ്മ എന്ന നേതൃത്വത്തിനപ്പുറത്തേക്ക് അമ്മ എന്ന ഒരു കൂട്ടായ്മയെ തന്നെ വ്യാപകമായ ആക്രമണത്തിലേക്ക് കടത്തിവിടും വിധമുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നുള്ള ചർച്ചകളുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് മോഹൻലാൽ ചില മുതിർന്ന താരങ്ങളെ വിളിച്ച് രാജി സന്നദ്ധത അറിയിച്ചത്. ഇന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമായ സാഹചര്യത്തിലാണ് അടിയന്തര എക്സിക്യൂട്ടീവ് മോഹൻലാലിൻ്റെ തന്നെ സന്നദ്ധതയിൽ വിളിച്ചു ചേർക്കുന്നത്. അതിൽ മോഹൻലാലാണ് ആദ്യം രാജി സന്നദ്ധത അറിയിച്ചത്. അതിനുശേഷം മറ്റു അംഗങ്ങളോടും രാജിവെക്കണമെന്ന് അദ്ദേഹം തന്നെയാണ് ആവശ്യപ്പെട്ടത്. അതായത് ഈ ഭരണസമിതി ഒന്നടങ്കം ഒഴിഞ്ഞു പോകണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആദ്യഘട്ടത്തിൽ അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് ഒരു പൊതുവായ തീരുമാനത്തിലേക്ക് സംഘടന എത്തുകയായിരുന്നു, ആ നേതൃത്വം എത്തുകയായിരുന്നു. ഇനി തുടരേണ്ടതില്ല, കാരണം അത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളാണ്. അമ്മയുടെ തന്നെ പ്രതിച്ഛായ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ആ ആരോപണങ്ങൾ വളർന്ന സാഹചര്യത്തിലാണ് ഒരു കൂട്ടരാജിയിലേക്ക് സംഘടന നയിക്കപ്പെട്ടത്. എന്തായാലും അതിനെ ചൊല്ലി ഇപ്പോഴും വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇനി അമ്മയുടെ ഭാവി എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രധാനപ്പെട്ട അംഗങ്ങൾ നിലവിൽ രാജിവെച്ചിരിക്കുന്ന ആരും തന്നെ ഇനിയിപ്പോൾ സംഘടനയുടെ നേതൃതലത്തിലേക്ക് ഒരു കാലത്തും വരില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു യുവതലമുറ, ഒരു തലമുറ മാറ്റം അമ്മയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഗൂഗിൾ, തീർച്ചയായും ഇനി ആരാകും സംഘടനയുടെ നേതൃത്വത്തിൽ മലയാള സിനിമയിലെ അഭിനേതാക്കളെ, അവരുടെ സംഘടനയെ നയിക്കുന്നത് ആരെ എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അവരിൽ ആരെങ്കിലും, അല്ലെങ്കിൽ അവരിൽ ആരൊക്കെ ഈ നേതൃത്വം ഏറ്റെടുക്കാൻ ഇത്തരത്തിലൊരു സംഘടനയുടെ ഭാരവാഹിത്വത്തിലേക്കൊക്കെ വരുമെന്നത് തന്നെയാണ് ആകാംക്ഷ.